നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. സ്നേഹസ്പർശം ഡയാലിസിസ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. വൃക്കരോഗികൾക്ക് സാന്ത്വനമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനും കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന ഡയാലിസിസ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PS ധർമ്മജിത്ത് നിർവഹിച്ചു. കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനത്തിൽ കൊല്ലം ഗവൺമെൻറ് വൃദ്ധസദനത്തിൽ നടന്ന ചടങ്ങിലാണ് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തത്. സാമൂഹ്യ നീതി വകുപ്പ് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഇഞ്ചവിള ഗവൺമെൻറ് വൃദ്ധസദനത്തിൽ അച്ഛനമ്മമാർക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം ലഭിക്കുന്നതിനായി 2 വാട്ടർ ഹീറ്ററുകളും ചടങ്ങിനോടനുബന്ധിച്ച് സൗജന്യമായി നൽകി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനുമായ സിയാദ് ലത്തീഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ PRO N വിശ്വേശ്വരൻ പിള്ള, ജോയ് ആലുക്കാസ് മാനേജർ സന്തോഷ്, വൃദ്ധസദനം സൂപ്രണ്ട് പ്രകാശ്, സോഷ്യൽ വർക്കർ അഖിൽ RJ, കൊയിലോൺ ഫുട്ബോൾ അക്കാദമി വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ, മീഡിയ ചീഫ് കോർഡിനേറ്റർ ഷിബു റാവുത്തർ, ഭാരവാഹികളായ ഗണേഷ് ഗോപകുമാർ, കൊട്ടിയം റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി രാജൻ കൈനോ, സാമൂഹ്യ പ്രവർത്തകരായ മുബീന, മുഖത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ, ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ പ്രതിനിധികൾ, വൃദ്ധസദനം മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാഫ് നഴ്സുമാർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.